നമസ്കാരം. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. റീൽസ് ഷൂട്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള റീൽസ് ഷൂട്ട് ചെയ്തിട്ട് അവർ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടുകാർ വലിയ കാര്യമാക്കാറില്ല. പക്ഷെ ഒരു വിധവയാണത് ചെയ്യുന്നതെങ്കിലോ, ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ കൂടുതൽ ക്യൂരിയസ് ആയിട്ട് അതിനെ നോക്കിക്കാണും. ഓ, അവൾ അഴിഞ്ഞാടുവാണ്, അവൾ ഒരുങ്ങിക്കെട്ടി നടക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ള കമൻസ് പറഞ്ഞിട്ട് അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനൊരു അറ്റൻഷനാണ് രേണു സുധിക്ക് കിട്ടിയേക്കുന്നത്. നമുക്കറിയാം, രേണു സുധിക്ക് സുധി മരിച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള അറ്റൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ അറ്റൻഷൻ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള അറ്റൻഷനാണ്. രേണു എന്ത് ചെയ്യുന്നു, രേണു ഇനി രണ്ടാമത് വിവാഹം കഴിക്കുമോ, രേണു നന്നായിട്ടാണോ ജീവിക്കുന്നത്. അപ്പം രേണു ഒരു റീൽസ് ഷൂട്ട് ചെയ്ത് ഇട്ട സമയത്ത് ഭയങ്കര വിവാദമായിരുന്നു. അത് നല്ല രീതിയിൽ റീച്ചും കിട്ടിയായിരുന്നു. ആ റീൽസിന് ഏതാണ്ട് മില്യൺസ് വ്യൂസ് കിട്ടി. അപ്പൊ ആ വ്യൂസ് കിട്ടിയത് ശരിക്കും അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്, ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ട് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇപ്പൊ റീസെന്റ് രേണുവിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഒരാളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയാണ്. അപ്പൊ ഇതാണ് ഫോട്ടോ. അപ്പൊ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ രേണു അയാളെ വിവാഹം കഴിച്ചു എന്നുള്ള ഒരു അപ്പിയറൻസ് ആണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ക്യാപ്ഷനും ഏകദേശം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. ആ ക്യാപ്ഷനാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. അപ്പോ ഈ ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് രേണു ഇട്ടിട്ടുള്ള പോസ്റ്റുകളൊക്കെ തന്നെ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് കമന്റ് ഇട്ടവരെ ഞാൻ കൂടുതൽ വിമർശിച്ചിട്ടേ ഉള്ളൂ. കാരണം ഭർത്താവ് മരിച്ചാലും എന്ത് തന്നെ സാഹചര്യമാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോയ്സ് ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ രണ്ടാമത് വിവാഹം കഴിക്കാം, അവർക്ക് സിനിമയിൽ അഭിനയിക്കാം, മോഡലിംഗ് ചൂസ് ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള ജീവിതം ചൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് അവർക്കുണ്ട്. ഇൻഡിവിജ്വൽ ഫ്രീഡം അവർക്കുണ്ട്. അതിനകത്ത് കൈകടത്താനോ അവരെ വിമർശിക്കാനോ നമുക്ക് അവകാശമില്ല. വിമർശിക്കുന്നത് പോട്ടെ, പക്ഷെ അവരെ നെഗറ്റീവ് പറയാനോ അവരെ ചീത്ത വിളിക്കാനോ ആർക്കും അവകാശമില്ല എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ഈ ക്യാപ്ഷൻ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അതത്ര പോസിറ്റീവായിട്ട് തോന്നിയില്ല. ഇവർ ഈ ഫോട്ടോ എടുത്തതിനല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അവർ ആ ക്യാപ്ഷൻ ഇട്ടേക്കുന്നത് കണ്ടു. രേണു ഇട്ട ക്യാപ്ഷൻ അല്ല, ആ ഫോട്ടോയിൽ കൂടെ നിൽക്കുന്ന ആ മെയിൽ, ആ വ്യക്തി ഇട്ട ക്യാപ്ഷനാണ്. മനു എന്നാണെന്ന് തോന്നുന്നു അയാളുടെ പേര്. അപ്പൊ അയാൾ ഇട്ട ക്യാപ്ഷനാണ്. ആ ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രേക്ഷകര് തെറ്റിദ്ധരിക്കും. അപ്പം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ക്യാപ്ഷൻ ഇട്ടിട്ട് ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യല്ലേ. ഈ രേണുവിനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള അറ്റൻഷൻ കൂടുതലായിട്ട് അവർ ദുരുപയോഗം ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അത് ശരിയല്ല. അതായത് അത് ശരിയല്ല. രേണുവിന് ഇഷ്ടമുള്ള രീതിയിലുള്ള പോസ്റ്റ് ഇടാം, വീഡിയോസ് ഇടാം, എന്തും ചെയ്യാം. പക്ഷേ ആൾക്കാരുടെ നെഗറ്റീവായിട്ടുള്ള അറ്റൻഷൻ മനഃപൂർവ്വം കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ക്യാപ്ഷൻ ഇട്ടിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. പിന്നെ അതും അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. അപ്പം ഇങ്ങനെ ക്യാപ്ഷൻ ഇട്ടിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കല്യാണം കഴിച്ചോ, കല്യാണം കഴിച്ചില്ലേ, ഇതിനെ പറ്റിയിട്ട് ഞാൻ പിന്നെ പറയാം, ആൾക്കാരെ ക്യൂരിയസ് ആക്കുകയാണ്. ഇതിനെ പറ്റിയിട്ട് പിന്നെ പറയാം, അതിട്ടിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതേ ക്യാപ്ഷൻ ഇട്ടിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. രേണുവിന് ഇഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യാം, ഒരു വിഷയവുമില്ല. പക്ഷേ മനഃപൂർവ്വം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല. ഇത് രേണുവിന്റെ സമ്മതത്തോടു കൂടിയിട്ടാണല്ലോ ഇട്ടത്. മറ്റേ വ്യക്തി ഇട്ടതാണെങ്കിലും, ഡോക്ടർ മനു എന്ന് പറയുന്ന ആ വ്യക്തി ഇട്ടതാണെങ്കിലും രേണുവിന്റെയും കൂടി സമ്മതത്തോടു കൂടിയിട്ടാണ് ഇതിട്ടത്. അപ്പൊ ഇങ്ങനെ ക്യാപ്ഷൻ ഇട്ടിട്ട് അതിന് നെഗറ്റീവ് കമന്റ് വരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അതായത് പൊതുവെ ആൾക്കാർ പറയത്തില്ലേ, ഭർത്താവ് മരിച്ചു പോയെങ്കിലും പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, അതിനകത്ത് ആർക്കാണ് ഇത്ര പ്രശ്നം. ആ ഒരു കാര്യത്തെ ആ ഒരു നെഗറ്റീവായിട്ട് മാറ്റുകയാണ്, വഴിതിരിച്ചു വിടുകയാണ്. ഞാൻ ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീ ആയതുകൊണ്ട് എല്ലാവരും എന്നെ എടുത്തിട്ടിട്ട് ഇങ്ങനെ കുടയുവാണ്. ആ ഒരു കൈൻഡ് ഓഫ് ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ആ ഇമോഷനെയാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യൂസിന് വേണ്ടിയിട്ട്, ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനെ എടുത്തു വെച്ച് ഉപയോഗിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതായത് ആ ഒരു സിമ്പതിയെ എടുത്തു വെച്ച് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അത് ഒട്ടും ശരിയല്ല. അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതായത് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എടുത്ത് ഉപയോഗിക്കുകയാണ്. സുധി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാര്യയാണ്, വിധവയാണ് ഞാൻ, എന്നെ എല്ലാവരും വേട്ടയാടുന്നു,
അവരെ വേട്ടയാടിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വേട്ടയാടുന്നു എന്ന് പറയുന്ന ആ ഒരു ഫാക്റ്റിനെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവർക്ക് വളരാൻ വേണ്ടി എടുത്ത് ഉപയോഗിക്കുന്നത് ഒട്ടും ശരിയല്ല.